ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് അവർക്കും സ്വാഗതം. ശുക്രന്റെ രാശിമാറ്റത്തെ പറ്റി പറയുന്നത്, ശുക്രൻ 1200 ആണ്ട് കർക്കടകം 10-ാം തീയതി, അതായത് ജൂലൈ 26-ാം തീയതി കാലത്ത് 9 മണിക്ക് ഇതുവരെ ഇടവൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശുക്രൻ മിഥുനം രാശിയിലേക്ക് മാറുകയാണ്. മിഥുനം രാശിയിലേക്ക് മാറുമ്പോൾ ആഗസ്റ്റ് 26-ന് മാറുന്ന ശുക്രൻ, അതായത് കർക്കിടകം 10-ാം തീയതി മാറുന്ന ശുക്രൻ ചിങ്ങമാസം 4-ാം തീയതി വരെ മിഥുനം രാശിയിൽ ഉണ്ടാവും. അപ്പോൾ ആഗസ്റ്റ് 21-ാം തീയതി വരെയാണ് ഉള്ളത്. അപ്പോൾ ആഗസ്റ്റ് 21-ാം തീയതി വരെ എന്ന് പറയുമ്പോൾ ഏകദേശം 24 ദിവസമാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ശുക്രൻ ആ ഭാവത്തിൽ അല്ലെങ്കിൽ ആ രാശിയിൽ നിൽക്കുമ്പോൾ ഒരു ബന്ധുക്ഷേത്രമായിട്ടാണ് വരുന്നത്. ബുധക്ഷേത്രം ബന്ധുക്ഷേത്രമാണ് ശുക്രന്. അപ്പോൾ ആ രാശിഫലത്തിൽ നമ്മൾക്ക് ഓരോ രാശികർക്കും അല്ലെങ്കിൽ ഒരു കൂറുകാർക്കും എങ്ങനെയുള്ള ഫലമായിരിക്കും എന്ന് നമുക്ക് ചുരുക്കത്തിൽ നമുക്ക് ചിന്തിച്ച് നോക്കാം എന്നാണ് പറയുന്നത്. അതായത് കൂറുകാർക്ക് ഇതുവരെ 2-ാം ഭാവമായിട്ടുള്ള ധനസ്ഥാനത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ശുക്രൻ 3-ാം ഭാവത്തിൽ അനുകൂല സ്ഥാനത്തിൽ തന്നെയാണ് സഹായ സ്ഥാനമായി, ധനസ്ഥാനം പോയി സഹായ സ്ഥാനമായി എന്ന് പറയുന്നത്. അപ്പോൾ സഹായ സ്ഥാനത്തിൽ നിൽക്കുന്ന സമയത്ത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള, അതായത് സഹായഹസ്തമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എന്നതാണ് മേടക്കൂറുകാർക്ക്. മേടക്കൂറ് പറയുമ്പോൾ അശ്വതി ഭരണി കാർത്തികന്റെ ആദ്യത്തെ കാൽഭാവം കൂടി ചേരുന്ന മേടക്കൂറ്. അവർക്ക് സഹായ സ്ഥാനമാണ്, സഹോദര സ്ഥാനമാണ്, അതുപോലെ തന്നെ ആരോഗ്യ സ്ഥാനമാണ്, അതുപോലെ തന്നെ ധൈര്യത്തിന്റെ സ്ഥാനമാണ്. ധൈര്യം വീര്യം ച ദുർബുദ്ധി സഹോദര പരാകർമ്മ ദശകർണ സഹായി എന്നാണ് അതിനെ പരിവർത്തിക്കുന്നത്. അപ്പൊ അങ്ങനെ പറയുന്ന സമയത്ത് ആ ഭാവത്തിന് 3-ാം ഭാവം കൂടി ആവുമ്പോൾ ആ ഭാവത്തിന്റെ കാരകത്വം കൂടിയാണ് ഞാൻ പറഞ്ഞിരിക്കുന്ന ധൈര്യം വീര്യം ച ദുർബുദ്ധി അങ്ങനെയുള്ള ശ്ലോകം. ആ ശ്ലോകത്തിനനുസരിച്ച് തന്നെ ആ ഭാവങ്ങൾക്ക് വ്യത്യാസങ്ങളും അനുയോജ്യപരമായിട്ടുള്ള യോജിപ്പുകളും വന്ന് ചേരുന്ന പറയുന്നത്. ആരോഗ്യം തൃപ്തികരമായിരിക്കും, കലാവാസന ഉണ്ടാവും, കലാവാസനയോടുള്ള സഹായങ്ങളും ഹെൽപ്പായിട്ടുള്ള സംഗീതജ്ഞന്മാരും അതുപോലെ തന്നെ കലാകാരന്മാരായിട്ടുള്ളവർ, വാദ്യോപകരണങ്ങൾ, മറ്റുള്ള നൃത്തം, സിനിമാ മേഖലയുള്ളവർ, അങ്ങനെയുള്ളവർക്ക് ഒരുപാട് ഹെൽപ്പ് സഹായങ്ങൾ കിട്ടും എന്ന് പറയുന്നത്. അതിനുള്ള ആരോഗ്യം, അതായത് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ സംഘടന രംഗം, സിനിമാ രംഗത്തെ സംഘടന രംഗങ്ങളിലേക്കാണ് നമ്മൾക്ക് സഹായത്തിനൊക്കെ ഒരുപാട് ആൾക്കാർ ഹെൽപ്ഫുള്ളായിട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു വാഹനത്തിന്റെ സംബന്ധമായിട്ട് വാഹന സംബന്ധമായിട്ട് നിങ്ങൾ റിപ്പയറൊക്കെ ആയി പെട്ടെന്ന് വഴിയിൽ നിൽക്കേണ്ടി വന്ന് പറഞ്ഞാൽ അതിനുള്ള സഹായത്തിനുള്ള ആൾ പെട്ടെന്ന് എത്തും. അല്ലെങ്കിൽ ഒരുപാട് വിഷമിച്ചിട്ട് ആരും സഹായത്തിന് ഇല്ലാലോ എന്ന് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എത്തും. അതൊക്കെയാണ് പറയുന്നത്. അങ്ങനെയുള്ള ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു സഹായം ഉണ്ടാവും. മേടക്കൂറുകാർക്ക് എന്തായാലും അനുകൂല സ്ഥാനം തന്നെയാണ് ശുക്രന്റെ രാശിമാറ്റത്തോട് കിട്ടുന്നത്. അതുപോലെ തന്നെ കാരകത്വം പറയുമ്പോൾ വിവാഹ കാരകത്വമാണ്, വിവാഹ സംബന്ധമായിട്ടുള്ള കാരകത്വമുണ്ട് ശുക്രനും. അതുപോലെ തന്നെ സിനിമാ കാരകത്വമുണ്ട്, കലാകായകത്വമുണ്ട്, സുഗന്ധദ്രവ്യത്തിന്റെ കാരകത്വമുണ്ട്, വസ്ത്രകാരകത്വമുണ്ട്, കളത്ര കാരകത്വമുണ്ട് എന്നൊക്കെ പറയണം. അപ്പൊ അങ്ങനെയുള്ള കാരകത്വം നമുക്ക് അനുഭവത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. ചുരുക്കി പറയാണ്, വിശദീകരിച്ച് പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. അപ്പൊ ഇടവക്കൂറുകാർക്കാണെങ്കിൽ ഇടവക്കൂറുകാർക്ക് ഇതുവരെയും ജന്മത്തിൽ, അതായത് ഇടവ ലഗ്നത്തിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശുക്രൻ 2-ാം ഭാവമായ ധനസ്ഥാനത്തിലേക്ക് മാറുമ്പോൾ ധനം, കുടുംബം, വാക്ക്, ഭർത്തവ്യമഖിലം, വിത്തം, വാണി, ചഷുച്ച ദക്ഷിണം, അതായത് കുടുംബം ഭരിക്കേണ്ടതായിട്ടുള്ള ഭരണനാഥനായിട്ടുള്ള വീട്ടിന്റെ കർത്താവ്, ഭാര്യയാണെങ്കിൽ ഭാര്യ, ഭർത്താവാണെങ്കിൽ ഭർത്താവ്, അവരുടെ ഇംഗിതങ്ങളും മറ്റുള്ള കാര്യങ്ങളും നല്ല ക്രമേണ നല്ല ഭംഗിയായി നടത്താൻ പറ്റും. കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം പറഞ്ഞു കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ വിദ്യാർത്ഥികളാണെങ്കിൽ വിദ്യാഭ്യാസം നല്ലപോലെ ഉണർന്ന് പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ടാവും. നൃത്തപരമായിട്ടുള്ള നൃത്തം പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നൃത്തത്തിൽ നല്ല കലാവാസന മറ്റുള്ള കാര്യങ്ങളുണ്ടാവും. അതുപോലെ തന്നെ കായിക ലെവലിൽ പ്രവർത്തിക്കുന്ന സിനിമാ മേഖലയിൽ പഠിക്കുന്ന ബാലതാരങ്ങളായാലും വലിയ താരങ്ങളായാലും അവർക്കും ഗുണമേന്മയുണ്ടാവും. ധനം വരുവാനുള്ള സാധ്യതയുണ്ട്. വാഹനങ്ങൾ വാങ്ങാനുള്ള വാഹന സംബന്ധമായിട്ടുള്ള എല്ലാവിധ ഗുണങ്ങളും അനുഭവങ്ങളും വന്നു ചേരുവാനുള്ള സാധ്യതയും, അതുപോലെ കലാപരമായിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ വീട്ടുകളിലേക്ക് വാങ്ങിക്കാൻ പറ്റുന്ന സാധനം കൂടി ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഗൃഹോപകരണ സാധനങ്ങളിൽ ഇലക്ട്രോണിക് സാധനത്തിന്റെ കാരകത്വം കൂടി ശുക്രന് ഉണ്ട് എന്ന് വെച്ചോളൂ. ഇലക്ട്രോണിക് സാധനം എന്ന് പറഞ്ഞാൽ എല്ലാവിധ ഇലക്ട്രോണിക്സും, കമ്പ്യൂട്ടർ തൊട്ട് മൊബൈൽ തൊട്ട് ഫർണിച്ചർ അല്ലാതെ വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, അതുപോലെ തന്നെ AC, അങ്ങനെയുള്ള ഇലക്ട്രോണിക് സാധനങ്ങളെല്ലാം ഉപകരണങ്ങൾ പെടും. അതിലേതെങ്കിലും ഒന്നൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ ഗൃഹത്തിൽ അത് വന്ന് ചേരും എന്നാണ് പറയുന്നത്.
അപ്പോൾ ഇടവക്കൂറുകാരൻ ഇടവൻ രാശിയുടെ നാഥനും കൂടിയാണ് ശുക്രൻ. അപ്പോൾ ആ നാഥനായിട്ട് രണ്ടാം ഭാവം നിൽക്കുമ്പോൾ ധനത്തിന് പെരുക്കം ഉണ്ടാവും, കുടുംബത്തിന് ഭദ്രത ഉണ്ടാവും, കുടുംബ അംഗങ്ങൾക്ക് ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ടാവും, ഐക്യത ഉണ്ടാവും, ഭാര്യ ഭർത്താക്കന്മാർ നല്ല ഐക്യത ഉണ്ടാവും, ദാമ്പത്യ ബന്ധം നല്ല പോലെ ക്ലിയർ ആയിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ മിഥുനക്കൂറുകാർക്കാണെങ്കിൽ മിഥുന രാശിയിലാണ് ഇപ്പോൾ ശുക്രൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദേഹ സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകളും ഗുഹ്യ സംബന്ധമായിട്ട്, അതായത് നമ്മുടെ പറയാൻ പറ്റാത്ത ഇടങ്ങളിലൊക്കെ ചിലപ്പോൾ അസുഖങ്ങളും വ്രണങ്ങളും വന്നു വരുവാനും അതിനുവേണ്ടി ബുദ്ധിമുട്ടുള്ള സമയങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ടുള്ള വിഷമങ്ങളും മറ്റുള്ളതൊക്കെ ഉണ്ടാവും. സ്ത്രീകൾ ചിലപ്പോൾ മുഖേന ചിലപ്പോൾ എന്തെങ്കിലും പരിഭവങ്ങളോ വഴക്കുകളോ വരാനുള്ള സാധ്യത, അത് കാരണം ശ്രദ്ധിക്കുക. വാഹനങ്ങളിൽ പൊതുവെ ശ്രദ്ധിക്കുക. വാഹനങ്ങൾ വല്ല റിപ്പയർ ആകാനോ അങ്ങനെയുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വാഹനങ്ങൾക്ക് പണിയെടുക്കാൻ പറ്റുന്ന ഒരു സാധ്യത. വാഹനത്തിൽ ജോലി ചെയ്യുന്നവർ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അതിന് വെളുത്ത പുഷ്പങ്ങൾ കൊണ്ട് മഹാലക്ഷ്മിക്ക്, അതായത് ഭഗവതി ക്ഷേത്രത്തിൽ കാലത്ത് മഹാലക്ഷ്മി ആയിരിക്കും, ലക്ഷ്മി ദേവിക്ക് ലക്ഷ്മി പൂജയോ അല്ലെങ്കിൽ വെളുത്ത പുഷ്പങ്ങൾ കൊണ്ട് അർച്ചനയോ വെളുത്ത പട്ട് ഡിസൈനുള്ള വെളുത്ത പട്ടോ ഭഗവതിക്ക് ചാർത്തുന്നത് പരിഹാരമായിട്ട് വരുന്ന പറയുന്നത്. കർക്കിടക കൂറുകാർക്കാണെങ്കിൽ 12ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രനാണ്. 12ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ വ്യയസ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ പാഴ്ചെലവുകളും മറ്റുള്ളതൊന്നും വാഹന സംബന്ധമായിട്ടുള്ള ഇതുകളിൽ പാഴ്ചെലവുകളൊന്നും അധികം ഉപയോഗിക്കാൻ താല്പര്യപ്പെടും. പുതിയ വാഹനം എടുത്തു കഴിഞ്ഞാൽ പലതും അതിൽ ഫിറ്റ് ചെയ്യാനുണ്ടാവും. ആ പലതും ഫിറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ആവശ്യമില്ലാത്ത പലതും അതിൽ തുരുകി കയറ്റാൻ നോക്കും. അപ്പോൾ അങ്ങനെയുള്ളതൊന്നും നമ്മൾക്ക് തോന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ പാഴ്ചെലവുകൾ ഒഴിവാക്കി വരാൻ പറ്റും. സുഗന്ധദ്രവ്യങ്ങളുടെ അനുഭവങ്ങളും സുഗന്ധദ്രവ്യത്തോടുള്ള താല്പര്യങ്ങളും കൂടുവാനുള്ള സാധ്യതയുണ്ട്. കിടപ്പറയിൽ നല്ല സുഖകരമായിട്ടുള്ള അനുഭവങ്ങളും മറ്റുള്ളതും കിട്ടുവാനുള്ള സാധ്യതയും, അതുപോലെ തന്നെ സ്ഥാനഭ്രംശമായിട്ടുള്ള സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാഹന സംബന്ധമായിട്ട് തൊഴിലെടുക്കുന്നവർക്ക് സ്ഥാനഭ്രംശം വരുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് കർക്കിടക കൂറുകാർക്ക്. അപ്പം മേടം, ഇടവം, മിഥുനം, കർക്കിടകം എന്നീ രാശിക്കാർക്ക് ശുക്രന്റെ